أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 926 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 13-14 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 13-14 ആയത്തുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പാരായണം ചെയ്തു തുടങ്ങിയ ആ ഭാഗം മുതൽ അസ്ഹാബുൽ കൗഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെടുന്നത്. സൂറത്തുൽ കഹ്ഫിലെ മുഖ്യമായ 3 പ്രതിപാദ്യങ്ങളിൽ ഒന്നാണ് അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികൾ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘത്തെക്കുറിച്ചുള്ള വിവരണം. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ അസാധാരണത്വമുള്ള അവിശ്വസനീയത തോന്നുന്ന ആ സംഭവം കഹ്ഫിന്റെ ആളുകൾ അല്ലെങ്കിൽ റഹീമിന്റെ ആളുകൾ അവര് ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിലെ അവിശ്വസനീയതയുള്ള അല്ലെങ്കിൽ അത്യധികം അത്ഭുതമുളവാക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അള്ളാഹു വിവരണം തുടങ്ങുന്നത്. സൂചിപ്പിക്കപ്പെടുന്ന കാര്യം, ദീർഘമായ ഒരു കാലം ഒരു ഗുഹയിൽ ഉറങ്ങിക്കിടക്കാൻ അള്ളാഹു അവസരമുണ്ടാക്കി എന്ന ഒരു സംഗതി മാത്രമാണ് ഇവരുടെ കാര്യത്തില് അത്ഭുതമുളവാക്കുന്നതായിട്ട് കാണാൻ കഴിയുക. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അത് അത്യത്ഭുതകരമായതാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഈ പ്രപഞ്ച സാകല്യത്തിന്റെ ഒക്കെയും അതിവിസ്മയകരമായ സൃഷ്ടിപ്പ് നടത്തിയവനാണ് അള്ളാഹു. അവയെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുകയോ ചിന്തക്ക് അത്തരം വിഷയങ്ങൾ പരിഗണിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം വളരെ വലിയൊരു അത്ഭുതമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത്. അവര് യഥാർത്ഥത്തിൽ ഒരു സംഘം ആളുകൾ ഗുഹയിൽ അഭയം പ്രാപിച്ചവരായിരുന്നു. അവര് ഗുഹയിൽ അഭയം പ്രാപിച്ച ഘട്ടത്തില് അള്ളാഹുവിനോട് അവർക്ക് കരുണ ചെയ്യണമെന്നും അവരുടെ
നല്ല കാര്യങ്ങൾ, അവർ ആഗ്രഹിച്ച നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വഴി അവർക്ക് തുറന്നു കൊടുക്കണമെന്നും ആണ് ആവശ്യപ്പെടുകയുണ്ടായത്. അവര് ഗുഹയിൽ പ്രവേശിച്ച ഘട്ടത്തില് അവര് ചെയ്തത് അങ്ങനെ ഒരു കാര്യമാണ്. അതേ തുടർന്ന് അള്ളാഹു അവരെ ഗുഹയിൽ ദീർഘകാലം ഉറക്കിക്കിടത്തി, ഏറെ വർഷങ്ങൾ തന്നെ. പിന്നീട് അവരെ സംബന്ധിച്ച് സംസാരിച്ച രണ്ട് കക്ഷികളിൽ ആരാണ് അവർ ഉറങ്ങിക്കിടന്ന സംഘത്തെക്കുറിച്ചുള്ള കൃത്യതയോടുകൂടിയുള്ള കാലം സൂചിപ്പിക്കുന്നത്, ആരാണ് അവരെത്ര കാലം ഉറങ്ങി എന്നതിനെ കുറിച്ച് കൃത്യമായ കണക്ക് പറയുന്നത് എന്ന വിധത്തില് ആ രണ്ട് കക്ഷികളെ ആരെന്ന് അവരുടെ അനുമാനം അല്ലെങ്കിൽ അവരുടെ അത് സംബന്ധമായ വാദം എന്ത് എന്നത് വ്യക്തമാകുന്നതിന് വേണ്ടി അള്ളാഹു അവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു എന്ന കാര്യമാണ് അവിടെ തുടർന്ന് പറയുകയുണ്ടായത്. അപ്പൊ അതില് അവര് ഒരു അസാധാരണമായ വിധത്തില് ഉറങ്ങാനിടയായി. എന്നിട്ട് ദീർഘമായ ഒരു കാലം അവര് ഗുഹയിൽ ഉറങ്ങിക്കിടന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവര് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവരുടെ ആ ഭൂപ്രദേശത്തുള്ള ആളുകളൊക്കെ കാണാനിടയായപ്പോ അത് ഉണ്ടാക്കിയ ഒരു തരം ഒരു കൗതുകവും ഒരു ആശ്ചര്യവും ഒക്കെയാണ്. ആ ഘട്ടത്തിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അത്ഭുതത്തെ കുറിച്ചാണ്. ഏതോ കാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് ആളുകൾ ഗുഹയിൽ നിന്ന് ഉണർന്ന് എണീറ്റിരിക്കുന്നു എന്നത് ആ ഭൂപ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അത്ഭുതവും ചർച്ചയും തർക്കവും വിവാദങ്ങളും ഒക്കെ അതിന്റെ പേരിൽ കൊഴുക്കുകയാണ്. ഇതാണ് ഒരു പശ്ചാത്തലം. അപ്പൊ ഈ ഒരു സംഭവം ചിലരൊക്കെ കേട്ട് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായത്. അപ്പൊ അതിനുള്ള പ്രതികരണമായിട്ടാണ് അള്ളാഹു അവരെ കുറിച്ചുള്ള ശരിയായ വിവരണം നൽകുന്നത്. തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളുടെ വിവരണം തന്നെ ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യം എന്തെന്ന് നാം വിവരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ വ്യക്തമാക്കിക്കൊണ്ടാണ്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അവരുടെ യഥാർത്ഥ കഥ നാം താങ്കൾക്ക് വിവരിച്ചു തരാം. ഇങ്ങനെയാണ് അത് പറയുന്നത്. നഹ്നു നഖുസ്സു അലൈക, താങ്കൾക്ക് നാം ഇതാ വിവരിച്ചു തരുന്നു, കഥനം ചെയ്തു തരുന്നു, കഥ വിവരിച്ചു തരുന്നു. നബഅഹും, അവരുടെ വൃത്താന്തം, അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയ ആ കഥ നാം സത്യസന്ധമായി ഏറ്റവും കൃത്യതയോടുകൂടി താങ്കൾക്ക് നരേറ്റ് ചെയ്തു തരുന്നു. ഇന്നഹും ഫിതിയത്തുൻ, അവരൊരു സംഘം യുവാക്കളാണ്, ഒരു സംഘം യുവാക്കളായിരുന്നു അവര്. ആമനൂ ബി റബ്ബിഹിം, അവര് തങ്ങളുടെ റബ്ബില് വിശ്വസിക്കുകയുണ്ടായി, തങ്ങളുടെ നാഥനിൽ വിശ്വസിച്ചവരായ ഒരു സംഘം യുവാക്കളാണ്. വസിദ്നാഹും ഹുദ, തങ്ങളുടെ റബ്ബിൽ വിശ്വാസമുള്ളവരായിരുന്നതിനാൽ നാം അവർക്ക് ഏറ്റവും അവർക്ക് ആവശ്യമായ മാർഗദർശനം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർക്ക് ഹുദ നാം വർദ്ധിപ്പിച്ചു കൊടുത്തു. അത് അവർ ഉൾക്കൊണ്ട വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിനും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് ജീവിത പ്രയാണം നയിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള മാർഗദർശനം നാം അവർക്ക് ഉദാരമായി വിശാല മനസ്കതയോടുകൂടി നൽകുകയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഈമാൻ ഉൾക്കൊണ്ട
തങ്ങളുടെ സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവനെ ഉൾക്കൊണ്ടുകൊണ്ട് അവനിൽ വിശ്വസിച്ച ആളുകളാണ് ഇവർ. അതിനെ തുടർന്ന് അവർക്ക് നാം ഹിദായത്ത് നൽകുകയുണ്ടായി. ജീവിത മാർഗദർശനം അവർക്ക് നാം നിർലോഭം നൽകുകയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അവരുടെ കഥ ഏറ്റവും ശരിയായ വിധത്തില്, ഏറ്റവും സത്യാധിഷ്ഠിതമായ വിധത്തില് നാം താങ്കൾക്ക് ഇതാ വിവരിച്ചു തരുന്നു. അവരാരാണ്? ഇന്നഹും ഫിത്തിയത്തുൻ, അവരൊരു സംഘം യുവാക്കളാണ്. ആമനൂ ബി റബ്ബിഹിം, അവര് തങ്ങളുടെ റബ്ബില് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, തങ്ങളുടെ റബ്ബിൽ വിശ്വാസം ഉൾക്കൊണ്ടിരിക്കുന്നു. വസിദ്നാഹും ഹുദ, ആ വിശ്വാസം ഉൾക്കൊണ്ടു എന്നതിനാൽ തന്നെ നാം അവർക്ക് ഹുദ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യും. ഹുദ എന്നത് അള്ളാഹുവിനെ തിരിച്ചറിയലും മാത്രമല്ല, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ഉൾക്കൊണ്ട ആളുകൾക്ക് എങ്ങനെ ജീവിത പ്രയാണം നടത്തണം എന്നത് സംബന്ധമായ അവർക്ക് ആവശ്യമായ മാർഗദർശനമാണ് മുഖ്യമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവര് സത്യസന്ധതയോടുകൂടി അവരുടെ പശ്ചാത്തലവും അവരുടെ സാഹചര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ആരാണ് തങ്ങള് എന്നത് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശ്വാസം സ്വീകരിച്ച ആളുകളാണ്. അതിന്റെ ഫലമായിട്ട് വസിദ്നാഹും ഹുദ, നാം അവർക്ക് ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കാര്യങ്ങള് ബുദ്ധി കൊണ്ടും ദൈക്ഷണികമായ തലത്തിലും യുക്തി തലത്തിലും ഒക്കെ ബോധ്യപ്പെടാൻ സാധിച്ചാൽ പോലും ആളുകൾക്ക് ഹിദായത്ത് ലഭിച്ചോളണമെന്നില്ല. അത് അള്ളാഹുവിന്റെ ഒരു ഹിബയാണ്. സത്യസന്ധത കാണിക്കുന്ന, അള്ളാഹുവില് വിശ്വാസം അർപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ് ഹുദ എന്ന് പറയുന്നത്. ജീവിത മാർഗദർശനമാണ് ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുക്തി കൊണ്ട് ദൈക്ഷണികമായി അള്ളാഹുവിനെ, പ്രപഞ്ച സൃഷ്ടാവിനെ ബോധ്യപ്പെട്ട ആളുകൾ പലപ്പോഴും ഹുദ ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവരായി പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. എന്നാൽ ഈ ആളുകളുടെ കാര്യത്തില് അവര് നിർമ്മലമായ വിശ്വാസം, കളങ്കിതമല്ലാത്ത നിഷ്കളങ്കമായ വിശ്വാസമുള്ളവരായിട്ടാണ് നിലകൊള്ളുന്നത്. തങ്ങളുടെ റബ്ബില് അവർക്ക് വിശ്വാസമാണ്. അതിന്റെ ഫലമായിട്ട് അള്ളാഹു അവർക്ക് ഹുദ നൽകി. ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ ശരിയായ മാർഗദർശനം നൽകി. അത് സ്ഥിരചിത്തതയോടുകൂടി, ദൃഢതയോടുകൂടി അവർ കണ്ടെത്തിയ ഹഖിന്റെ മാർഗത്തിൽ നിലക്കൊള്ളാനുള്ള ഒരു ദൈവികമായ പിൻബലമാണ് ഈ ഹുദ എന്ന് പറയുന്നത്. അപ്പൊ നാം അവർക്ക് ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു. അതിൽ അവരുടെ നിശ്ചയദാർഢ്യമുണ്ട്, മനോധൈര്യമുണ്ട്, ഏതു വഴിയിൽ ഏത് ഭാഗത്തേക്ക് നീങ്ങണം എന്ന ഒരു ദൈവിക മാർഗദർശനമുണ്ട്. ഇതൊക്കെ അടങ്ങിയതാണ് ഹുദ. റബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നാം ദൃഢപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു തുടർന്ന് പറയുകയാണ്, വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നാം ദൃഢപ്പെടുത്തി, ഹൃദയങ്ങളെ ഉറപ്പിച്ചു. ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തുക എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. കാര്യങ്ങളെ ബുദ്ധിതലത്തില്, യുക്തിതലത്തിലൊക്കെ ബോധ്യപ്പെട്ട കാര്യം തന്നെ അതിനൊരു വൈകാരിക തലമുണ്ട്, ഇമോഷണലായ ഒരു തലമുണ്ട്. ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയ ഒരു സംഗതിയിൽ തന്നെ നിലക്കൊള്ളണമെങ്കിൽ അതിന് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരാൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പലരും നമ്മൾ കാണാറുണ്ട്, ദൈക്ഷണികമായി ഉൾക്കൊണ്ട ഒരു കാര്യം തന്നെ വൈകാരിക തലത്തിൽ, ഇമോഷണൽ ആയ ലെവലിൽ അവർക്ക് അത് ഉയർത്തിപ്പിടിക്കാനോ അതുമായി മുന്നോട്ട് പോകാനോ
കഴിയാതെ കാലിടറി വീണു പോകുന്ന ആളുകളുണ്ട്. പലപ്പോഴും മാപ്പ് സാക്ഷികളായിക്കൊണ്ട് ഒറ്റുകാരായിക്കൊണ്ട് ഒക്കെ രംഗം വഷളാക്കുന്ന ആളുകളെ നമ്മൾ നിരീക്ഷിച്ചാൽ അത് കാണാൻ കഴിയും. യുക്തിയുടെയും ബുദ്ധിയുടെയും ഒക്കെ തലത്തിൽ അവര് നിലക്കൊള്ളുന്ന മാർഗം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ജീവിതത്തിന്റെ ചാഞ്ചല്യങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും വിധത്തില് അവര് ഒരു വെല്ലുവിളി നേരിടേണ്ടി വരുമ്പോ, ചഞ്ചലരാകുമ്പോ, അവര് പ്രതിസന്ധികളിൽ അകപ്പെട്ട് വിറപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. അത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. അത് അർഹിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആളുകള് അവരുടെ ഭാഗത്തുനിന്ന് ശരിയായ ഒരു ജെസ്ചർ ഉണ്ടായി, ഒരു നിലപാട് അവരുടെ ഭാഗത്തുനിന്ന് വന്നു. ബാക്കിയൊക്കെ അള്ളാഹ് നൽകുന്നതാണ്. അവരുടെ യോഗ്യതക്ക്, അവരുടെ അർഹതക്ക് ഒക്കെ ഉള്ള പ്രതിഫലമായിട്ട് അള്ളാഹു അവർക്ക് നൽകുകയാണ്. ഹുദ നൽകി. അതുപോലെ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്ന നിശ്ചയദാർഢ്യം നൽകി. ഇത് കാമു ഫഖാലു. അപ്പൊ അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ഒരു കെട്ടുറപ്പ്, ഒരു നിശ്ചയദാർഢ്യം നൽകുന്നത് എപ്പോഴാണ്? അതിന്റെ ഒരു മാനദണ്ഡമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ എണീറ്റ് നിന്നു, എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് വളരെ പ്രധാനമാണ്. ഇത് കാമു ഫഖാലു. അവർ എണീറ്റ് നിന്നു എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് നിന്നു എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. അവരൊരു നിശ്ചയദാർഢ്യം കാണിച്ചുകൊണ്ട് തന്റെ അടുത്തോടു കൂടി തല ഉയർത്തി നിന്ന് ഈ കാര്യം പ്രഖ്യാപിക്കാൻ സന്നദ്ധരായി എന്നതാണ്. അവരുടെ തലയെടുപ്പും തന്റെ ഇടവും ഒരു കാര്യത്തിന് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു സംഗതിയെ പ്രഖ്യാപിക്കാൻ കാണിക്കുന്ന ഒരു ഈമാനികമായ തന്റെ ഇടം, വിശ്വാസം കൊണ്ട് ലഭ്യമാകുന്ന ഒരു കരുത്ത് കാണിച്ചുകൊണ്ട് അവര് ഇങ്ങനെ പ്രഖ്യാപിച്ചു. അവര് പ്രഖ്യാപിച്ച കാര്യം ലോകത്തെ ഏത് മനുഷ്യനും തെളിമയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തിയാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ്. അതിന് പ്രവാചകന്മാരുടെ സാന്നിധ്യമോ വേദഗ്രന്ഥങ്ങളുടെ പിൻബലമോ ഒന്നും ആവശ്യമില്ല. സാധാരണഗതിയിലുള്ള മനുഷ്യന്റെ യുക്തിബോധത്തിൽ നിന്ന് അവനിൽ ഉടലെടുക്കുന്ന ഒരു തിരിച്ചറിവാണത്. അവര് പറയുന്നത്, അവര് പ്രഖ്യാപിച്ച കാര്യം റബ്ബുന റബ്ബുസ്സമാവാതി വൽ അർദ്, ഞങ്ങളുടെ നാഥൻ നിങ്ങൾ കരുതുന്ന അല്ലെ നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആൾദൈവങ്ങളോ അങ്ങനെയുള്ള സംഗതികളൊന്നുമല്ല. ഞങ്ങൾ റബ്ബായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ആകാശഭൂമികളുടെ റബ്ബിനെയാണ്. അതാണ് ഒരു തിരിച്ചറിവ്. അതില് കൃത്യമായ ഒരു തെളിമയുണ്ട്. അതില് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പമില്ല. യുക്തിബോധത്തിന്റെ ചെറിയ ഒരു അംശമെങ്കിലും കിട്ടിയ ഒരാൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു തിരിച്ചറിവാണ് അവർ ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റബ്ബുന റബ്ബുസ്സമാവാതി വൽ അർദ്, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ റബ്ബാണ്. ആകാശഭൂമികളുടേതല്ലാത്ത ഒരു റബ്ബ് ഞങ്ങൾക്കില്ല. ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചൊരുക്കിയിട്ടുള്ളത് ആരാണോ അവനാണ് ഞങ്ങളുടെ റബ്ബ്. ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹ, അവനെ കൂടാതെ ഒരു ആരാധ്യനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരാധ്യനില്ല. ഞങ്ങൾക്കുള്ള ഒരേ ഒരു ആരാധ്യൻ എന്ന് പറയുന്നത് ഈ ആകാശങ്ങളെയും ഭൂമിയെയും സജ്ജീകരിച്ചിരിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ, അവൻ മാത്രമാണ്. അവനെ കൂടാതെ, അവനെ കൈവെടിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു ഇലാഹിനെ സ്വീകരിക്കുക, അവനോട് പ്രാർത്ഥിക്കുക എന്നൊരു പരിപാടി ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ അത് ചെയ്യുകയില്ല. ഞങ്ങൾ എങ്ങാനും അത് ചെയ്യുകയാണെങ്കിൽ ലഖദ് ഖുൽന ഇദൻ ശതത, അതിഭീകരമായ ഒരു കാര്യമായിരിക്കും ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങളെങ്ങാനും അത് ചെയ്തുവെങ്കിൽ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലഖദ് ഖുൽന ഇദൻ, അങ്ങനെയെങ്കിൽ, ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നുവെങ്കിൽ, അല്ലാഹു അല്ലാത്ത, ഈ പ്രപഞ്ചങ്ങളുടെ നാഥനല്ലാത്ത
മറ്റാരെയെങ്കിലും ഇലാഹായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ മുതിർന്നുവെങ്കിൽ അത് അതിഭീകരമായ ഒരു പാതകം തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്. ഇതാണ് അവര് സ്വയം അത്യുച്ചത്തിൽ ധീരമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വളരെയേറെ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ബുദ്ധിശൂന്യതയും മടയത്തരവും ഔദ്യോഗികമായി എഴുന്നള്ളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തില് ഈ ധീരമായ പ്രഖ്യാപനം നടത്താൻ സത്യവിശ്വാസത്തിന്റെ അതുപോലെ ബുദ്ധിപരമായ നിലപാടുകളുടെ ഒക്കെ പ്രേരണയിൽ എല്ലാവരും സജ്ജരാവേണ്ട, സന്നദ്ധരാവേണ്ട ഒരു കാലമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അത് ഇസ്തിഖാമത്തിന്റെ, ഈമാന്റെ ഒരു വെളിപ്പെടുത്തൽ, പ്രകടനമായ ഒരു സംഗതിയാണ്. മൂടിവെക്കാനുള്ളതല്ല ഈ പ്രാപഞ്ചിക സത്യങ്ങളൊന്നും തന്നെ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥൻ അവൻ മാത്രമാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയാനുള്ള ഒരു ആർജവം, ഒരു തന്റേടം, അതിനുള്ള സത്യസന്ധത, അതിനുള്ള നട്ടെല്ല് കാണിക്കല് വളരെ വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള ആ ദൃഢചിത്തത കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ് വസിദ്നാഹും ഹുദ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. അതുപോലെ വറബത്നാല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം നിശ്ചയദാർഢ്യം നൽകി, ദൃഢത നൽകി എന്നല്ലാഹുവിടെ പറയുന്നത്. ഈ കാര്യം പ്രഖ്യാപിക്കാൻ ഒരു തിരിച്ചറിവിന്റെ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രഖ്യാപിക്കാൻ മുതിർന്നത് കൊണ്ടാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് ദൃഢത നൽകിയത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമൂഹം ഒന്നാകെ മണ്ടത്തരങ്ങളുടെ പുറകെ പോകുന്ന ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാനുള്ള സന്നദ്ധതയോടുകൂടി നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തത്തെ, ഏറ്റവും വലിയ അബദ്ധങ്ങളെയൊക്കെ. അങ്ങനെ ആഘോഷിക്കുമ്പോൾ അത് മനുഷ്യനെ, ബുദ്ധിയുള്ളവരെയും കാര്യങ്ങളെ തിരിച്ചറിയുന്നവരെയും പോലും വലിയ വിഡ്ഢികളാക്കുന്ന ഒരു പ്രക്രിയക്ക് തുടക്കം കുറിക്കും. വലിയ വലിയ പ്രാഗൽഭ്യമുള്ള, ബുദ്ധിവൈഭവമുള്ള, ദൈക്ഷണികമായ മികവ് കാണിച്ച ആളുകൾ വരെ ഈ ഭൂലോക അബദ്ധത്തിൽ ചെന്ന് കൂപ്പുകുത്തുന്ന ഏറ്റവും ദാരുണമായ ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അപ്പോ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഹക്ക് വിളിച്ചു പറയുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹു നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് അള്ളാഹു അത് ചോദിക്കുന്നുണ്ട്. വമൻ അഹ്സനു മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ പ്രപഞ്ചനാഥന് കീഴ്പ്പെട്ടവരിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഉത്തമനായിട്ട് ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുന്നത് കാണാം വിശുദ്ധ ഖുർആനിൽ. അപ്പൊ ഈ അഹ്ലുൽ കഹ്ഫിന്റെ കാര്യത്തില് അവർക്ക് അള്ളാഹു നിശ്ചയദാർഢ്യവും അതുപോലെ അവരുടെ ഹൃദയങ്ങൾക്ക് നല്ല ദൃഢതയും നൽകുകയുണ്ടായത് എപ്പോഴാണ്? ഇത് ഖാമു ഫഖാലു, അവരെണീറ്റ് നിന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ മുതിർന്നപ്പോഴാണ്. അവർ പ്രഖ്യാപിച്ച കാര്യം റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ നാഥൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനാണ്. ലൻ നദൂവ മിൻ ദൂനിഹി, അവനെ കൂടാതെ ഞങ്ങൾ ഒരിക്കലും തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഇലാഹ, മറ്റൊരാരാധ്യൻ എന്ന നിലക്ക് ആരെയും, ഒരു ആരാധ്യൻ എന്നുള്ള നിലക്ക് മറ്റൊരാളെയും ഞങ്ങൾ അവനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. ലഖദ് ഖുൽന ഇദൻ ശതത, ഞങ്ങളെങ്ങാനും അങ്ങനെ ചെയ്തു പോകുന്നുവെങ്കിൽ അത് അതിഭീകരമായ ഒരു പാപമാണ്, ഒരു പാതകമാണ്, ഒരു അക്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്നാണ് ഇവിടെ ഈ ആളുകൾ സ്വയം തിരിച്ചറിവോടുകൂടി പ്രഖ്യാപിക്കുന്നത്. പലരും ഇപ്പോ പക്ഷം ചേരാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോ കൂടുതൽ മേധാവിത്വം കാണിക്കുന്ന, കരുത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന ഏത് അബദ്ധങ്ങളെയും
ഞങ്ങളും കൂടെയുണ്ട് എന്ന് പറയുന്നതിനുള്ള വ്യഗ്രത കാണിക്കുന്ന ഒരുതരം കാപട്യത്തിന്റെ മുഖങ്ങളാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടും പലരിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തില് ഈ അഹ്ലുൽ കഹഫ് നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഒരു ഹിബ എന്നുള്ള നിലക്ക്, അള്ളാഹുവിന്റെ ഒരു കാരുണ്യം എന്നുള്ള നിലക്ക്, ഒരു കൃപാവായ്പ എന്നുള്ള നിലക്ക് ഇസ്തിഖാമത്ത് ലഭിക്കുന്നത് ഈമാൻ വളരെ ദൃഢതയോടുകൂടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നവർക്കാണ് എന്ന ഒരു പാഠമാണ് അതിലടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത് 2 ആയത്തുകളാണ്. സൂറത്തുൽ കഹ്ഫിലെ 13-ാമത്തെ ആയത്തും 14-ാമത്തെ ആയത്തും. ഇത് സംബന്ധമായി ചില വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട്. ഈ അഹ്ലുൽ കഹഫ്, അവരുടെ കാലഘട്ടം, അവരുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് അതിന്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി നാളെ നിങ്ങളെ കേൾപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.